ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടെർബോ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതുവരെ കണ്ടില്ല ട്രെയിലർ. എന്തായാലും കണ്ടു നോക്കാം നമുക്ക്. ട്രെയിലർ റിയാക്ഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ട്രെയിലർ റിയാക്ഷൻ കൂടാതെ നമുക്ക് ആ ട്രെയിലറിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ട്രെയിലർ ഒന്ന് കാണാം. ഞാൻ ഇതുവരെ കണ്ടില്ല, കാണാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓ പൊളി സാധനം, പൊളി പൊളി. ബിന്ദു പണിക്കർ സൂപ്പറായിട്ടോ, നല്ലൊരു ഗെറ്റപ്പ്, അടിപൊളി ഗെറ്റപ്പ്. രാജ്മി ഷെട്ടി. നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നത് ഓ കാരണം ഇനി നമ്മൾ കാണും. പൊളി പൊളി. Gunshot. Oh my God. ഞാനിവിടെ വീഴുവാണ്. എൻ്റെ കൂടെ ഒരു 10-15 പേരുണ്ട്. Wow, coming soon. Roma എഴുന്നേറ്റിരിക്കുന്നത്. Wow. പൊളി സാധനം, പൊളി. ഫസ്റ്റ് ഷോ ലോക്ക് ചെയ്ത മക്കളെ പറയാൻ വാക്കുകളില്ല. പൊളി സാധനം. ഈ 73-ാം വയസ്സിൽ ഈ മനുഷ്യൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിട്ടും. രാജ്മി ഷെട്ടിയൊക്കെ കിടിലം. ഈ ട്രെയിലറിൽ കണ്ടതുപോലെയാണ് സിനിമ എങ്കിൽ തിയേറ്റർ കത്തുന്നുള്ളത് 100% ഉറപ്പാണ്. ഫസ്റ്റ് ഷോക്ക് ലോക്ക് ചെയ്തോളൂ മക്കളെ, എല്ലാം ലോക്ക് ചെയ്തോളൂ. ഈ 73-ാം വയസ്സിൽ നമുക്ക് കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതാ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഈ 73-ാം വയസ്സിലും ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ ആ നടന് ഒരൊറ്റ നാമമേ ഉള്ളൂ, മെഗാസ്റ്റാർ മമ്മൂട്ടി. ഞാനിവിടെ വീഴുവാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേരെങ്കിലും കാണും. എൻ്റെ മമ്മൂക്ക പ്രായമായെന്നൊക്കെ ഒരു ചിന്ത വേണ്ടേ, കത്തിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒരുമാതിരി മറ്റേതായിപ്പോയി. ഓൾ സീൻ മേക്സ് ഗൂസ് ബംസ്. ഇനി 23-ാം തീയതി വരെ കാത്തിരിക്കാൻ വയ്യ. ടെർബോ ജോസ് എന്നും മമ്മൂക്ക ഉയരാണ്. സത്യം പറയുന്ന രോഗങ്ങൾ എഴുന്നേറ്റ് ഞാൻ കാണിച്ചതില്ല. കിഡ് ഇത് ഈ ട്രീറ്റ്മെൻ്റ് ആണ്, ഈ ട്രെയിലറിൽ കാണിച്ച ട്രീറ്റ്മെൻ്റ് ആണ് സിനിമയിൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയവും ടെർബോ എന്നുള്ളതാണ്. നമുക്ക് ആഘോഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ട്രെയിലറിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ ട്രെയിലർ കണ്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിരാശ തന്നെയായിരിക്കും ഫലം. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ട്രെയിലർ ആ ഒരു സംഭവം കാര്യങ്ങളും ഇതേ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പൊളിച്ചടക്കട്ടെ. 23-ാം തീയതി ഞാൻ തൃശ്ശൂർ വെച്ചാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരോടൊത്ത് നമ്മളെ എന്താ പറയുക യൂട്യൂബിലൂടെ പരിചയപ്പെട്ട നമ്മുടെ ചങ്സുകളുടെ കൂടെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്. തൃശ്ശൂർ വെച്ചാണ്. ഓക്കെ, തൃശ്ശൂർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.